കോഴിക്കോട് മുക്കത്തിനടുത്ത് പൂളപ്പൊയിലിൽ വീടിന് നേരെ അജ്ഞാതരുടെ ആക്രമണം. പൂളപ്പൊയിൽ സ്വദേശി അഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. വീടിന് മുന്നിലുണ്ടായിരുന്ന കാറിന്റെ ചില്ലും തകർന്നിട്ടുണ്ട്. വീട്ടമ്മയുടെ പരാതിയിൽ അക്രമികളെ കണ്ടെത്താൻ മുക്കം പോലീസ് അന്വേഷണം തുടങ്ങി. മുക്കം പൂളപ്പൊയിലിൽ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അഹമ്മദ് കുട്ടിയുടെ വീടിന് നേരെ അജ്ഞാതന്റെ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ സംഘം വീടിന് നേരെ തുടർച്ചയായി കല്ലെറിയുകയായിരുന്നു. വീടിന്റെ ജനൽ ചില്ലുകളും കാറിന്റെ മുൻവശത്തെ ചില്ലും അക്രമികൾ എറിഞ്ഞു തകർത്തു. ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും അമ്മയും കിടന്നിരുന്ന മുറിയുടെ ജനൽ ചില്ലുകളാണ് കല്ലേറിൽ തകർന്നത്. ഗ്ലാസ് തകരുന്ന ശബ്ദം കേട്ട് മുറിയിൽ നിന്ന് മാറിയത് കൊണ്ട് മാത്രം ആർക്കും പരിക്കേറ്റില്ല. ബൈക്കിലെത്തിയ സംഘമാണ് അതിക്രമം നടത്തിയത്. കുട്ടി ഞാനും ഞങ്ങൾ മൂന്നാളാ കട്ടിലിന്റെ മുകളിലുള്ളത്. 1:45 കഴിഞ്ഞേരം ഞങ്ങൾ രണ്ടുപേരും കുറച്ചൊന്ന് ഉറങ്ങി. കണ്ണാടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു 2:50 ഒച്ച കേട്ടതാണ്. ഒച്ച കേട്ട കല്ല് ചില്ലി പിടപെടാന്ന് വീണ ഒച്ച ഞാൻ കേട്ടത്. ജനലെന്തോ സംഭവിച്ചാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് എണീച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒക്കെ ഞാൻ ഒച്ച ഉണ്ടാക്കി ആർക്ക് നിരോത്സവം. എൻ്റെ കുട്ടീനെ വാരിയെടുത്ത് ആർക്ക് നിരോധിക്കുകയും ചെയ്ത് അന്നപ്പോഴേക്ക് അടുത്ത 2 ഏറ് കൂടി ഒന്നിച്ച് 2 or 3 ഏറ് ഒന്നിച്ച് വന്നു. മുക്കം പോലീസ് അഹമ്മദ് കുട്ടിയുടെ വീട്ടിലെത്തി പ്രാഥമിക പരിശോധന നടത്തി. ലഭ്യമായ CCTV ദൃശ്യങ്ങൾക്ക് വ്യക്തതയില്ലാത്തതിനാൽ അക്രമികളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ സാമൂഹ്യവിരുദ്ധ സംഘത്തെ ഉടൻ പിടികൂടുമെന്ന് മുക്കം പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.